അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമുക്ക് ഏറ്റവും എല്ലാവർക്കും ഈ കാലഘട്ടത്തിൽ ആവശ്യമുള്ളൊരു ദിക്റാണ് കേട്ടോ ഇതിൽ പറയുന്നത്. അപ്പോൾ ആ ദിക്ർ നിങ്ങളെല്ലാവരും ശ്രദ്ധാപൂർവം കേട്ട് പതിവാക്കുക. കാരണം ഇന്ന് രോഗങ്ങളില്ലാത്ത ആളുകൾ വളരെ ചുരുക്കമുള്ളൂ. പലവിധ രോഗങ്ങൾ കൊണ്ടും കഷ്ടപ്പെടുന്നവരാണ് എല്ലാവരും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇത്. അറിയുന്നവരുണ്ടാവും, അറിയാത്തവരുണ്ടാവും. അറിയുന്നവരാണെങ്കിൽ ഇത് ചൊല്ലാതിരിക്കുന്നുണ്ടെങ്കിൽ തുടർന്ന് ചൊല്ലുക. അറിയാത്തവരാണെങ്കിൽ ഇതൊന്ന് പഠിച്ചിട്ട് ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുക. അള്ളാഹു തീർച്ചയായും നമ്മുടെ രോഗങ്ങളെ ശിഫയാക്കി നമുക്ക് അതിനുള്ള രക്ഷ കാവലൊക്കെ നൽകുന്നതാണ് ഇൻഷാ അള്ളാഹ്. അപ്പോൾ ആ ദിക്റാണ് ഞാൻ ചൊല്ലാൻ പോകുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അളീമുൽ ഹകീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അളീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ഇതറിയാത്തതായിട്ട് ആരും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഇത് പഠിച്ചിട്ട് എന്നും പതിവായി ചൊല്ലുക. സുബഹിക്ക് ശേഷം, മഗ്‌രിബിന് ശേഷം നമുക്ക് പറ്റാവുന്നിടത്തോളം കൂടുതലെണ്ണം ചൊല്ലി റബ്ബിനോട് ദുആ ചെയ്യുക. അള്ളാഹു പൂർണ്ണമായിട്ടുള്ള ഷിഫ നമുക്ക് എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷയും തരുന്നതാണ്. ഇതിൻ്റെ അർത്ഥം നമുക്കൊന്ന് നോക്കാം. ഉന്നതനും മഹാനുമായ അള്ളാഹു ഒഴികെ ഒരാരാധ്യനുമില്ല. മഹത്തായ സിംഹാസനത്തിൻ്റെ അധിപനായ അള്ളാഹു ഒഴികെ ഒരാരാധ്യനുമില്ല. ആകാശഭൂമികളുടെ ഉടമസ്ഥനായ അള്ളാഹു ഒഴികെ ഒരാരാധ്യനുമില്ല. അപ്പോൾ റബ്ബിൻ്റെ മഹത്വങ്ങൾ അത്ര വലുതാണ്. അള്ളാഹു മാത്രമേ ഉള്ളൂ നമുക്ക് എല്ലാ സമയത്തും രക്ഷക്കായിട്ട്. അപ്പോൾ ആ റബ്ബിനെ നമ്മൾ മുറുകെ പിടിച്ചിട്ട് റബ്ബിനോട് എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞാൽ നമുക്ക് റബ്ബ് എല്ലാ രക്ഷയും തരും ഇൻഷാ അള്ളാഹ്. ഒന്നും വെറുതെ ആവില്ല. ഇനി ഇതിൽ തന്നെ ഞാൻ വേറൊരു ദിക്ർ പറയുന്നുണ്ട്. ഇത് നിങ്ങൾ ശ്രദ്ധാപൂർവം കേട്ട് പതിവാക്കുക. ഇതൊന്നൊക്കെ നിങ്ങൾക്ക് അറിയാത്തതല്ല, എല്ലതും നിങ്ങൾക്ക് അറിയണത് തന്നെയാണ്. അപ്പോൾ ഇത് അശ്രദ്ധമായിട്ട് ചെല്ലരുത് എന്നുള്ളതുകൊണ്ട് പറയുകയാണ്. ഇത് ശ്രദ്ധയോടെ നമുക്ക് ഈമാന് സലാമത്താകണം എന്നുദ്ദേശിച്ചിട്ട് ഈ ദിക്റിനെ ചൊല്ലിയാൽ നമുക്ക് അള്ളാഹു വലിയ രക്ഷ നൽകുന്നതാണ് ഇൻഷാ അള്ളാഹ്. നമ്മുടെ ഈമാൻ സലാമത്താകണം എന്നുള്ള നിയ്യത്തോടെയാണ് നമ്മൾ ഈ ദുആ ചൊല്ലേണ്ടത് കേട്ടോ. ദുആ അല്ല, ദിക്റാണ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഇത് നമുക്കെല്ലാവർക്കും അറിയണ ദിക്റാണല്ലോ. നമ്മളെല്ലാ 5 വക്ത് നമസ്കാരത്തിന് ശേഷം നമ്മൾ ഇതൊക്കെ ചൊല്ലണുണ്ട്. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ ചൊല്ലണവരുണ്ട്. പക്ഷേ ഈമാൻ സലാമത്താകണം എന്ന നിയ്യത്തോട് കൂടിയിട്ട് ചൊല്ലണ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ചൊല്ലാനാണിപ്പോൾ ഞാൻ പറയുന്നത്. അപ്പോൾ ഈമാൻ സലാമത്താകാൻ വേണ്ടി നിയ്യത്ത് വെച്ചിട്ട് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്നങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. അള്ളാഹു നമ്മളെ മരണസമയത്ത് നമുക്ക് ഈമാൻ സലാമത്തായിട്ടല്ലാതെ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് തൗഹീദോടല്ലാതെ നമ്മൾ മരിക്കൂല. അള്ളാഹു നമ്മളെ അത്തരക്കാരിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇതിൻ്റെ അർത്ഥം ഒന്ന് നോക്കാം. അള്ളാഹു പരിശുദ്ധനാണ്. സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അള്ളാഹു ഒഴികെ ഒരാരാധ്യനുമില്ല. അള്ളാഹു ഏറ്റവും വലിയവനാണ്. ഇതാണ് കേട്ടോ ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ അർത്ഥം കൂടി മനസ്സിൽ ഓരോ ദിക്ർ ചൊല്ലുമ്പോഴും അർത്ഥം അറിഞ്ഞ് മനസ്സിലേക്ക് ഇങ്ങനെ വരണം. ഇപ്പോൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് വരണം അള്ളാഹു ആണ് ഏറ്റവും പരിശുദ്ധൻ. വൽഹംദുലില്ലാഹ് എന്ന് പറയുമ്പോഴോ, അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു എന്ന് നമ്മൾ മനസ്സിൽ വരണം നമുക്ക്. വലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു ഒഴികെ ഒരാരാധ്യനുമില്ല. അല്ലാഹു അക്ബർ, അള്ളാഹു ഏറ്റവും വലിയവനാണ്. അത് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നൊരു പൊട്ടുണ്ടാവും. ഒരു വല്ലാത്തൊരു ഫീലായിരിക്കും അതിന്. അപ്പോൾ അതൊക്കെ മനസ്സിരുത്തിയിട്ട് വേണം നിങ്ങൾ ഈ ദുആകളിലൊക്കെ ഈ ദിക്റുകളിലൊക്കെ അതിൻ്റെ അർത്ഥം കൂടി ഒന്ന് മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ചെല്ലാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇൻഷാ അള്ളാഹ്. അള്ളാഹു തൃപ്തിപ്പെട്ടവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു വിജയിപ്പിച്ചവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആ ജന്നാത്തുൽ നഈമിൽ നമ്മളെല്ലാവരെയും അള്ളാഹു ഒരുമിപ്പിച്ച് ചേർക്കട്ടെ.
ആമീൻ യാ റബ്ബൽ ആലമീൻ.